ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. കൈൻ മാസ്റ്റർ എന്നാണ് അതിന്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതിലെങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ, ഇതിലെ ട്രാൻസ്ലേഷൻ കൊടുക്കുന്നതും വീഡിയോയ്ക്ക് എഫക്റ്റ് കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് എങ്ങനെയാണ് വീഡിയോയിൽ നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസ് റിമൂവ് ചെയ്യുന്നത്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയുടെ എല്ലാ ഭാഗങ്ങളും ഒന്നും നമുക്ക് ആവശ്യമുണ്ടാകത്തില്ല. നമുക്ക് എങ്ങനെയാണ് വേണ്ടാത്ത കുറെ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത്, അതായത് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കുന്നതെന്നാണ്. ഇതാണ് കൈൻ മാസ്റ്റർ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ പ്ലസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്നും വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ്, ഇവിടെ സിംഗിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും നമുക്ക് സ്റ്റാർട്ടിങ് ടൈറ്റിൽസ് കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. എൻഡിൽ എന്താണ് വരേണ്ടത് അത് നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആവും. ചൂസ് തീം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് നമുക്ക് തീം സെലക്ട് ചെയ്യാം. നമുക്ക് ആവശ്യമാണെങ്കിൽ പുതിയ തീമുകൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തീം ആവശ്യമില്ലെങ്കിൽ ബേസിക് എന്ന ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. ഇങ്ങനെ പുതിയ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആവും. ഇവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് വീഡിയോസ്. ഞാൻ കുറെ കാര്യങ്ങൾ ഇതിലെ സെറ്റിംഗ്സ് ഒക്കെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ സാധിക്കും. എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ കുറേയേറെ വീഡിയോസ്, മൊബൈൽ, കമ്പ്യൂട്ടർ സംബന്ധമായ വീഡിയോസ് അവിടെ ഉണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന്. വേണ്ടാത്ത കുറെ ഭാഗങ്ങൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്. നമ്മൾ കൊടുത്ത ഹെഡിങ് ഇവിടെ വന്നു കഴിഞ്ഞു, ടൈറ്റിൽ. നോക്കുക, ഈ കുട്ടി ഇങ്ങനെ നടന്നു വരുന്ന ഒരു വീഡിയോ ആണ്. വളരെ നല്ല വീഡിയോ ആണ്. ഇതിൽ എഡിറ്റ് ചെയ്ത് കളയാനൊന്നും തന്നെ ഇല്ല. എങ്കിലും ഞാൻ നിങ്ങൾക്ക് അറിവിലേക്ക് ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. എനിക്ക് ഇവിടം തൊട്ടാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഞാൻ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം പ്രസ് ചെയ്തു, ഞാൻ പോസ് ചെയ്തു. അതിനുശേഷം ഒന്നുകൂടെ ഈ ഒരു ഭാഗം വെച്ച്, അതായത് ട്രിം എന്ന് പറയുന്ന ഈ ടൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും നമ്മൾ ഈ വീഡിയോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതായത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്ന ഇതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഒന്നുകൂടെ. ഇവിടെ തൊട്ടാണ് നമുക്ക് വേണ്ടാത്തത്, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. ഇനി നോക്കുക, നമുക്ക് ഏത് ഭാഗം വരെയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കളയേണ്ടത്, നമുക്ക് വേണ്ടാത്തതെന്ന് നോക്കുക. ഈ കുട്ടി നടന്നു വരുന്ന ഇവിടം വരെ നമുക്ക് വേണ്ട. ഈ വീഡിയോയുടെ നമ്മൾ എവിടാണോ സ്പ്ലിറ്റ് ചെയ്തത് അവിടെ മുതൽ ഇവിടെ വരെയുള്ള ഭാഗം നമുക്ക് വേണ്ട. അതിനായി നമ്മൾ വീണ്ടും ഈ ഒരു ഓപ്ഷൻ എടുക്കുക, ട്രിം എന്ന ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ട്രിം ടു ലെഫ്റ്റ് സൈഡ് എന്നുള്ള ഈ ഓപ്ഷൻ, അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡിലീറ്റിന്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡിലീറ്റ് ഓപ്ഷൻ, ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഡിലീറ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എവിടാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ഇടത്ത് ഭാഗത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ വീഡിയോയുടെ എല്ലാ ഭാഗങ്ങളും ഡിലീറ്റ് ആവും. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ റൈറ്റ് സൈഡാണ് നമുക്കിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത്. ഇത്രയും ഭാഗമാണ് ഡിലീറ്റ് ചെയ്യേണ്ടെങ്കിൽ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇത്രയും ഭാഗങ്ങൾ ഡിലീറ്റ് ആവും. നമ്മൾക്കിപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് മുതൽ ഇവിടെ വരെയുള്ള ഭാഗമാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ലെഫ്റ്റ് സൈഡ് ഉള്ള ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോ ഇപ്പൊ എങ്ങനെയാണ്. നോക്കാം, ഇതിന്റെ ഇടയിലുണ്ടായിരുന്ന ആ ഭാഗങ്ങൾ മുഴുവൻ ഡിലീറ്റ് ആയിപ്പോയി. ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ട്രിം ചെയ്യാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. അതായത് ഇതിനുശേഷം നമുക്ക് ഇവിടെ നോക്കുക, ഈ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എഫക്റ്റുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. നമുക്ക് ഇതിന്റെ ഈ ഒരു പ്ലസ് കാണുന്ന ഈ പ്ലസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ട്രാൻസിഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ, ഇവിടെ ഒരുപാട് ട്രാൻസിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് അതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ചെയ്ത് നോക്കുക.
ഞാനിത് ഒരെണ്ണം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടെ ഇത് പ്ലേ ചെയ്ത് നോക്കാം. നോക്കുക നമ്മൾ ആ കട്ട് ചെയ്തത് ഭാഗം അറിയാൻ പോലും ഇല്ല എവിടെയാണ് നമ്മൾ ആ വീഡിയോ എഡിറ്റ് ചെയ്തെന്നുള്ളത്. അതുപോലെ വളരെ മനോഹരമായ ഒരു ട്രാൻസിഷൻ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള 1-2 കാര്യങ്ങളിലൂടെ ഇതിന്റെ എഫക്റ്റുകളെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയോടൊപ്പം ചേർത്തിട്ടുണ്ട്. താങ്ക് യു.